അപ്പോൾ ഇന്ന് ICCയുടെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലാണ്. ഇന്ത്യ ന്യൂസിലൻഡിനെ നേരിടും. അപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട 2 റെക്കോർഡിനരികിലാണ് ഇപ്പോൾ കോഹ്ലി എത്തി നിൽക്കുന്നത്. ആ 2 റെക്കോർഡുകൾ എന്തെല്ലാമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിനകത്ത് കോഹ്ലിക്ക് 2 റെക്കോർഡ് മറികടക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് നമുക്ക് ഫൈനൽ മത്സരത്തിനകത്ത്. അപ്പോൾ ഈ ഒരു മത്സരത്തിനകത്ത് കോഹ്ലി അത് മറികടക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഏതാണ് ആ റെക്കോർഡ് എന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ റെക്കോർഡ് വരുന്നത് ക്രിസ് ഗെയിലിൻ്റെ റെക്കോർഡാണ്. അദ്ദേഹത്തിൻ്റെ ആ റെക്കോർഡ് മറികടക്കുക എന്നുള്ളതിന് വേണ്ടിയുള്ളത് റൺസ് 46 റൺസ് അകലെയാണ് ഈ ഒരു റെക്കോർഡ് മറികടക്കാൻ. ക്രിസ് ഗെയിലിൻ്റെ റെക്കോർഡ് മറികടക്കാൻ കോഹ്ലിക്ക് വേണ്ടത്. ചാമ്പ്യൻസ് ട്രോഫി ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ റൺസ് സ്കോറർ എന്ന ഒരു നേട്ടമാണ് ഈ ഒരു 46 റൺസ് കോഹ്ലി സ്വന്തമാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വരുന്നത്. 4 പതിപ്പുകളിലായിട്ട് 17 മത്സരങ്ങളിൽ നിന്ന് 476 റൺസാണ് കോഹ്ലിയുടെ സമ്പാദ്യം. അപ്പോൾ ഗെയിലിൻ്റെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 791 റൺസാണ്. കോഹ്ലിക്ക് ഇപ്പോൾ ഉള്ളത് 746 റൺസും. 46 റൺസിൻ്റെ അകലെയാണ് കോഹ്ലി ഗെയിലുമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫൈനലിൽ കോഹ്ലിക്ക് 46 റൺസ് സ്വന്തമാക്കാനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗെയിലിൻ്റെ റെക്കോർഡ് ആ ഒരു ചരിത്രം തന്നെ സ്വന്തം പേരിലേക്ക് എഴുതി കുറിക്കാവുന്നതാണ്. മറ്റൊരു രണ്ടാമത്തെ റെക്കോർഡ് വരുന്നത് കുമാർ സംഗക്കാരയുടെ ടോട്ടൽ സ്കോർ വെട്ടിക്കുക എന്നുള്ളതാണ്. 14,234 റൺസാണ് കുമാർ സംഗക്കാരയ്ക്ക് ഉള്ളത്. അപ്പോൾ ഇത് മറികടക്കാനായിട്ട് കോഹ്ലിക്ക് വേണ്ടത് 55 റൺസാണ്. അപ്പോൾ നേട്ടം വരുന്നത് ഇങ്ങനെയാണ്: ഏകദിന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന രണ്ടാമത്തെ താരമായി മാറാൻ ഈ ഒരു ഇതിഹാസ താരത്തെ വെട്ടിക്കാൻ വേണ്ടത് 55 റൺസ്. അപ്പോൾ ഈ ഒരു മത്സരത്തിനകത്ത് 55 റൺസ് ടോട്ടൽ 55 റൺസ് എടുക്കുകയാണെങ്കിൽ 2 റെക്കോർഡും കോഹ്ലിക്ക് മറികടക്കാനാകും. അപ്പോൾ കോഹ്ലിയുടെ ടോട്ടൽ റൺസ് നോക്കുകയാണെങ്കിൽ 14,250 റൺസാണ് ഇപ്പോൾ നിലവിൽ കോഹ്ലിക്കുള്ളത്. 55 റൺസ് കൂടി എടുക്കുകയാണെങ്കിൽ നമ്മുടെ കുമാർ സംഗക്കാരയുടെ ആ റെക്കോർഡ് കൂടി ചരിത്രം കുറിക്കാനായിട്ട് 2 റെക്കോർഡുകൾ സ്വന്തം പേരിലാക്കാൻ ഉള്ള ഒരു മത്സരം കൂടിയാണ് ന്യൂസിലൻഡിനായിട്ടുള്ള ICCയുടെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മത്സരം. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി